അങ്ങനെ ഇന്ന് എൻ്റെ പനാമയിലെ അവസാന ദിനമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇവരുടെ അടുത്തൊക്കെ വിട പറഞ്ഞ് നമ്മുടെ പനവേദയും വിട പറഞ്ഞ് ബൈ താങ്ക് യു. ഈ കാണുന്നത് നമ്മുടെ പനവേദ വിട പറഞ്ഞു പോവാണ് കേട്ടോ. ചാവോ. അങ്ങനെ ഞാൻ ഇനി പനാമ സിറ്റിയിലോട്ട് പോവാണ്. വൈകിട്ടാണ് ഫ്ലൈറ്റ്. അതിനു മുമ്പ് എനിക്ക് 2-3 പേരെയൊക്കെ കാണണം. പനവേദ ഫാമിലി ആക്ച്വലി എന്തോ ഒരു ഫാമിലി പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയ രീതിയിൽ കണക്ഷനൊക്കെ വന്നു. അയ്യോ, എനിക്ക് അവരെയൊക്കെ മിസ് ചെയ്യുന്നു. ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത പല ആളുകളും ഉണ്ട് അവിടെ. അപ്പോൾ അവരെല്ലാവരും എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹവും ഭയങ്കര ഒരു കെയറിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അഥവാ നിങ്ങൾ പനാമയിൽ വരുവാണെങ്കിൽ അല്ലെങ്കിൽ വേറെ US നിന്ന് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ആയുർവേദത്തിന് വേണ്ടി നാട്ടിലോട്ട് പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ പനവേദ എന്ന് പറയുന്ന ഈ സ്ഥാപനം നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം കേട്ടോ. അതായത് കറക്റ്റ് കേരളത്തിൽ ആയുർവേദ ട്രീറ്റ്മെന്റ് തന്നെ അവർ ഇവിടെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ വന്നിട്ട് ആ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി US അല്ലെങ്കിൽ കാനഡ ബേസ് ആയിട്ട് കനേഡിയൻസും US സിറ്റിസണൊക്കെ ധാരാളം ആയുർവേദ ട്രീറ്റ്മെന്റിന് വേണ്ടി കേരളത്തിൽ പോകുമല്ലോ. അവർക്ക് വേണ്ടി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി ബസ് ഈ കറിയുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് ബസ്സിലോട്ടാണ് കേട്ടോ എൻ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്നത് നമ്മുടെ പാൻ അമേരിക്കൻ ഹൈവേ ആണ്. അതായത് നമ്മുടെ നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും കണക്ട് ചെയ്യുന്ന റോഡാണ് കേട്ടോ. കണക്ട് ചെയ്യുന്നില്ല കാരണം ദാരിയൻ ചെങ്ങൾ ഇടയ്ക്കുള്ളത് കൊണ്ട് കണക്ട് ആവുന്നില്ല. നമ്മുടെ സിറ്റിയിലോട്ട് പോകാനായിട്ടുള്ള ബസ് വന്നിട്ടുണ്ട്. ഈ കാണുന്ന ബസ് സിറ്റിയിലോട്ട് ഏകദേശം പോകാനായിട്ട് 80-85 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടികളൊക്കെ വളരെ കുറവാണ്. അവസാനം എനിക്ക് വണ്ടി കിട്ടി. ഇനി 1-1.5 മണിക്കൂറുണ്ട് കേട്ടോ. എൻ്റെ അമ്മ, ഇവിടെ ആളുകളൊക്കെ ബസ്സിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ കുറേ പേരുണ്ട് കേട്ടോ. ബസ്സിലാണെങ്കിൽ സ്ഥലമില്ല. എല്ലാവരും നിന്നൊക്കെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത് ബസ്സിൽ. ഞാൻ നമ്മുടെ ബസ് വന്നിറങ്ങിയത് ഈ കാണുന്ന ആൽബ്രൂക്ക് എന്ന് പറയുന്ന പനാമയിലെ പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റേഷനാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയൊരു ബസ് സ്റ്റേഷൻ. എല്ലായിടത്തോട്ട് പോകാനും ഇവിടെ ബസ് കിട്ടുക കേട്ടോ. ക്രോസ് കൺട്രി അല്ലെങ്കിൽ സിറ്റിയുടെ ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട് ഇരിക്കുന്നത് ഇവിടുത്തെ ലോട്ടറികളാണ്. പനാമ ലോട്ടറി ഞാൻ ഓൾറെഡി കഴിഞ്ഞ പനാമൻ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചായിരുന്നു. ഇവിടെ കണ്ടില്ലേ ലോട്ടറി കച്ചവടം നടക്കുന്നതാണ്. ഓക്കെ, ഗ്രാസിയാസ്. ¿Mi? Hindu. Gracias. ¿El lotería? Yes. Sí, നമ്മുടെ ലോട്ടറിയാണ് കേട്ടോ. അമ്മച്ചിമാരൊക്കെയാണല്ലോ കൂടുതൽ വാങ്ങുന്നത്. ഞാനിവിടെ ബാഗും വെച്ച് ഇവിടെ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇതെൻ്റെ ബാഗല്ല കേട്ടോ, എൻ്റെ കൊളംബിയൻ ഫ്രണ്ടിൻ്റെ ബാഗാണ്. കൊളംബിയൻ അല്ല, ഇന്ത്യക്കാരനാണ്. അവനാണ് എന്നെ ഹോസ്റ്റ് ചെയ്യുന്നത്. അവൻ്റെ ബാഗാണ്. ഞാൻ തിരിച്ച് കൊളംബിയയിലോട്ട് പോവാണ്. അതിന് മുന്നേ ആയിട്ട് ഞാനിവിടെ ഒരു പള്ളിയിൽ പോവാണ് കേട്ടോ, ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ. നമ്മുടെ ഒരു മലയാളി ഒരു ബ്രദറാണ് അവിടുത്തെ സുവിശേഷകൻ. അപ്പം അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോവാണ്. നമ്മുടെ കോളംകാരനാണ് കേട്ടോ. നമ്മുടെ ശിവചേട്ടനെ കാണാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് ശിവചേട്ടനെ അറിയാം. പള്ളി എവിടെയാണ് ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോ 2 പള്ളിയുണ്ടല്ലോ. ഇഗ്ലേഷ്യ എനിക്കൊന്ന് ഇതാണെന്ന് തോന്നുന്നു. Y él no quiere que seamos como un ídolo. You know, Jesus never been an idol. Jesús no fue un ídolo. Met him in Coronado. Nos conocimos en Coronado. There is a new Ayurvedic center they're opening for a special physiotherapy kind of. Lord, help us walk closely with you, Father. Señor, ayúdanos a caminar cerca de ti, Señor. Lord, we are weak and fragile. Señor, tenemos debilidades. അച്ഛൻ, നമ്മുടെ അച്ഛൻ, സോറി, കത്തോലിക് അച്ഛനല്ലല്ലോ, നമ്മുടെ ബ്രദർ ഷിബു, നമ്മുടെ ചേട്ടൻ എനിക്ക് വേണ്ടി കുറെ പ്രാർത്ഥന നടത്തി. എന്നെ കാണാൻ വേണ്ടി ആരാ വന്നേന്ന് നോക്കിക്കേ. ഹായ് കേരള. Come, vamos. Yeah, sí, vamos. I'm going to introduce you some couple. Kerala Panama couple. നമ്മുടെ മൈറയും ചർച്ചിലോട്ട് കൊണ്ടുവന്നു. ഇവിടെ അന്ന ഇന്നലെ പോയി
It's not painful? No, it is not. Ah. നോക്കി കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. Novio, Novio. si él se encontró un novio que era la. ഞാൻ നമ്മുടെ ചേട്ടനെയും ശിബുചേട്ടനെയും ശിബുചേട്ടന്റെ വൈഫ് ഫാമിലി എല്ലാരെയും പരിചയപ്പെടുത്തി കൊടുത്ത്. To see me amigo Kerala. Sí, español Yeah. bueno. Ah. Muy amable, sí, sí, sí. Panama Kerala. Panamá, novio que era la yo. She want a boyfriend Kerala. Come. Vamos. Y voy a vivir a Kerala. Adiós, Ana. അങ്ങനെ ഞാന് ഇവരവിടെ പറയാൻ വേണ്ടി പോവാണ് കേട്ടോ. എനിക്ക് ഇനി ഫ്ലൈറ്റ് ഉണ്ട്, ബൊഗോട്ടയിലോട്ട് കൊളംബിയയിലോട്ട് ഫ്ലൈറ്റ് ഉണ്ട്. മൈറ, നെക്സ്റ്റ് ടൈം ഞാൻ നമ്മുടെ ആയുർവേദ റിസോർട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ബാഗ്, ഒരു ചായപ്പൊടി ഞാൻ ഇവിടെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ കപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോ ബൈ, ചാവോ, താങ്ക് യു സോ മച്ച്. Ciao. Yeah. Thank you so much for everything. Until next time, I don't know when we meet. Maybe Despos, Uno, Anos, or Desanos, or Cinco Mesos. When you go to Kerala, we will see you. Yes. When we go Kerala, when I go Kerala, to Vamos Kerala. Yeah. Watch your step. Yes. Okay. Estamos viendo los pasos. Adios, los vamos. അങ്ങനെ അവര് പോവാണ് എന്നെ കാണാൻ വേണ്ടി വന്നിട്ട്. ഇന്ന് ഇവര് എന്നെ എയർപോർട്ടിലോട്ട് കൊണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ചേട്ടൻ്റെ കൂടെ വരുന്നോണ്ട് മാറ്റി പ്ലാന്. Ciao. Ciao, Mahi. Chao, Mahi. Me extraño. ഞാനങ്ങനെ നമ്മുടെ ചർച്ചിൽ നിന്ന് ഇറങ്ങി. ഹായ് ചേട്ടാ, എന്തുണ്ട് വിശേഷം? സുഖം. അങ്ങനെ ചേട്ടൻ്റെ ഇവിടെ നമ്മൾ ഇവിടെ ചൈനീസ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ എത്ര ചൈനീസ് വംശജരുണ്ട്? 1.5 million. അതായത് 15 ലക്ഷത്തോളം. 15 ലക്ഷം, ഏകദേശം 50 ലക്ഷം പേരെ ഇവിടെ ഉള്ളൂ. അതിൽ 15 ലക്ഷം ചൈനീസ് വംശജരാണ്. പിന്നെ കുറെ ഗുജറാത്തി വംശജര്, സിന്ധി വംശജര്. നമ്മളങ്ങനെ അത് കാണാൻ വേണ്ടി വന്നതാണ്. മക്കളെ ഹായ്. ചേട്ടൻ മക്കളെ എന്നാണ് കേട്ടോ വിളിക്കുന്നത്, അതുകൊണ്ട് ഞാനും മക്കളെ. അത് നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഉള്ള ആളുകൾ വിളിക്കുന്നതാണ് കേട്ടോ, മക്കളെ. ഒരു മക്കള് അവിടെ നിന്ന് വരുവാണ് കേട്ടോ നമ്മുടെ ചെറുക്കൻ. വാവ്, അവിടെ എന്തൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. പനാമയിലെ പനാമിയൻസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ എത്നിക് വംശജര് ചൈനീസ് വംശജരാണ് കേട്ടോ. അതായത് ഇവർ 2-3 ജനറേഷൻ ആയിട്ടുള്ള ചൈനീസ് ആളുകളാണ്. വാവ്, അടിപൊളി കേട്ടോ. അവരുടെ ബാൻഡ് ടീമുകൾ. നമ്മുടെ കരാട്ടെ മാസ്റ്ററൊക്കെ ഉണ്ടല്ലോ. ഇവിടെ കാറുകള് എല്ലാം ഇവര് ചൈനീസ് ന്യൂ ഇയറിന്റെ ഭാഗമായിട്ടതാ ഈ കാണുന്ന കാറുകളിലെല്ലാം തന്നെ ഇവരുടെ ഡിസൈന് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ അവരുടെ ഘോഷയാത്ര വണ്ടി ഇതിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചിൻ ചാൻ ചോ. You know how to read, മക്കളെ? Chinese. Leah can read Chinese. You know? I mean, I studied it before, but I can't really read all. So you know some Chinese, Mandarin? Yeah, I studied it before. Ni hao. Ni hao,什么? Ni shu nali? Ni shu nali? Okay. No problem. Wow. അടിപൊളി കേട്ടോ, ഭയങ്കര വലിയ പമ്പം പരിപാടി സംഭവം. ഇവിടെ ഇവരുടെ കുറെ പുതിയ ജനറേഷനൊക്കെ ഓൾറെഡി സ്പാനിഷ് ആളുകളൊക്കെ ആയി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. കുറെ മിക്സഡ് ആയിട്ടുള്ള കുറെ ആളുകളെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. മുമ്പൊന്നും നമ്മുടെ ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ചൈനക്കാർ പൊതുവെ അങ്ങനെ മിക്സ് ആവാറില്ല കേട്ടോ. അവർ തന്നെ അവർ പരസ്പരം അങ്ങനെ ഇങ്ങനെയാണ് അവരുടെ കൾച്ചർ. ബട്ട് ഇപ്പം ഈ വരുന്ന ജനറേഷനൊക്കെ മിക്സ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചൈനീസ് ഡ്രാഗനാണ് കേട്ടോ ആ കാണുന്നത് പോകുന്നത്. പിന്നെ ഇവരുടെ ഡ്രം ഇവര് നമ്മുടെ ഘോഷയാത്രയായിട്ട് പോവാണ്. ഇവിടെ നമ്മുടെ പരേഡ് കാണാനായിട്ട് കുറേ ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ റോഡില്.
ഈ കാണുന്ന മോള് നമ്മുടെ ഇവിടുത്തെ ഒരു ചൈനീസ് മോളാണ് കേട്ടോ. ഇവിടെയുള്ള കൂടുതൽ ആളുകളും ചൈനീസ് വംശജരൊക്കെയാണ്. ഇവിടെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട്, അതായത് ഇവരുടെ ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണ് ഈ കളർഫുൾ ഡെക്കറേഷൻ, നമ്മുടെ ചുവന്ന കളർ ഇതൊക്കെ ഡെക്കറേഷനൊക്കെ തൂക്കിയിട്ടിട്ടുള്ളത്. ഇവിടുത്തെ തിരക്ക് നോക്കിക്കേ. ഇവിടെ കണ്ടില്ലേ, ഈ കാണുന്ന എല്ലാം നമ്മുടെ ചൈനീസ് കോസ്റ്റ്യൂം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ്. നമ്മുടെ ചേട്ടനും മക്കളുമായിട്ട് നമ്മളിവിടെ ഭക്ഷണം കഴിക്കുന്ന ഫുഡ് കോർട്ടിലോട്ട് വന്നതാണ്. Amin. Provecho. Gracias. Igualmente. Yeah. Ayo, what was your name? Timothy, Sarah, Leah. തിമിത്തിയും സെറയും ലിയയും നമ്മൾ പെട്ടെന്ന് ഇനി എയർപോർട്ടിൽ പോകണം. എന്നെ എയർപോർട്ടിൽ ശിബിച്ചേട്ടൻ കൊണ്ടാക്കും. ഓടണം കേട്ടോ, സമയമില്ല. നമ്മുടെ ഫുഡ് വന്നു. ഫുഡിന്റെ ഫ്രണ്ടിലേക്കാണ് കേട്ടോ. റൈസ്, നമ്മുടെ പഴം, ചോറ്, റൈസ്, ഫിഷ്, പിന്നെ ബീൻസ്, ഇതൊക്കെയാണ് കേട്ടോ. ഹൗസ് ഓഫ് ഫുഡ്? Good. Sopa de pollo, sancocho. ഈ കാണുന്നത് ഇവിടുത്തെ നമ്മുടെ ജൂയിഷ് ഏരിയകളാണ് കേട്ടോ. അതുപോലുള്ള കുറേ സ്കൈ സ്ക്രാപ്പേഴ്സ്, കുറേ ആളുകൾ, വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റിയുടെ ഏരിയ ഫുള്ള് നമ്മുടെ ജൂയിഷ് ആളുകളുടെ അടുത്താണ് കേട്ടോ ഇവിടെ. When you enter the country with the visa, even having visa, no, they don't take it. Yeah. നമ്മളങ്ങനെ ഇവിടുത്തെ തൊക്കുമാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലോട്ട് വന്നിട്ടുണ്ട്. PTY ആണ് കേട്ടോ ഈ വിമാനത്താവളത്തിന്റെ കോഡ് എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ എവറിഥിങ്. You're welcome. താങ്ക് യു സോ മച്ച്. Safe journey. താങ്ക് യു സോ മച്ച്. കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ എവറിഥിങ്. താങ്ക് യു കേട്ടോ. താങ്ക് യു. ബൈ ബൈ. സീ യു നെക്സ്റ്റ് ടൈം. കം ടു കേരള. അങ്ങനെ ഞാൻ നമ്മുടെ PTY, നമ്മുടെ പനാമ സിറ്റി ഇന്റർനാഷണൽ വിമാനത്താവളം തൊക്കുമയിൽ വന്നിട്ട് അവിയാൻഗ എന്ന് പറയുന്ന വിമാനത്തിലാണ് ഞാനിപ്പോൾ ബൊഗോട്ടോയിൽ ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇനി 1 മണിക്കൂർ പോലും ഇല്ല കേട്ടോ എൻ്റെ ഫ്ലൈറ്റ് പൊങ്ങാനായിട്ട്. ബട്ട് കുഴപ്പമില്ല, ഇതാണ്ട് വിമാനത്താവളം എല്ലാം കാലിയായിട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. 1 മണിക്കൂറിന് മുമ്പെയാണ് ഞാൻ എത്തിയത് അന്താരാഷ്ട്ര യാത്ര ചെയ്യാനായിട്ട്. പിന്നെ അവരെയൊക്കെ ഇവിടെ പറഞ്ഞു. നമ്മുടെ ഫാമിലി, ആ ചേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത് പനാമയിലെ ചേച്ചിയായിട്ടാണ്. നല്ല ഫാമിലി കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. മക്കള് നല്ല രസം കേട്ടോ. 3 പേരുണ്ട്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള 3 മക്കൾ. അവർക്ക് മലയാളം കുറച്ച് മനസ്സിലാവും, അങ്ങനെ അധികം മലയാളമൊന്നും അറിയില്ല. എന്നിട്ട് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇവാഞ്ചലിസ്റ്റ് ചർച്ചാണ്, അതായത് നമ്മുടെ നാട്ടിലെ പ്രൊട്ടസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ബെന്തിക്കോസ്റ്റൽ ആ ഒരു വിഭാഗമാണ് കേട്ടോ. അതായത് ബെന്തിക്കോസ്റ്റൽ എന്ന് പറയുമ്പോൾ കത്തോലിക്കിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവാഞ്ചലിക്കൽ. അതായത് അവരധികം ചില ഇവാഞ്ചലിക്കൽ ചിലപ്പോൾ അങ്ങനെ ആഭരണമൊന്നും അധികം ഇടില്ല, ഓർണമെന്റ്സ്. പിന്നെ അവരങ്ങനെ യേശുവിനെ അവർ മനസ്സുകൊണ്ടാണ് കണക്ട് ചെയ്യുന്നത്. കൂടുതൽ അവരുടെ പ്രാർത്ഥനാ രീതികളെന്ന് പറയുമ്പം ശബ്ദം വെച്ചും പാട്ടുപാടിയും പുതിയ രീതിയിലുള്ള സംഗീതോപകരണങ്ങളൊക്കെ വെച്ചിട്ട് യേശുവിനെ ഒരു പേഴ്സണൽ കണക്ഷനാണ്. കത്തോലിക്ക പോലെയുള്ള ഓൾഡ് അവരുടെ ഹിസ്റ്ററി അത് വെച്ചിട്ടുള്ള ഒരു സംഭവമല്ല. പിന്നെ മാത്രമല്ല വിഗ്രഹാരാധന വളരെ കുറവാണ് കേട്ടോ. ഇപ്പം നമ്മുടെ മദർ മേരിയുടെ തന്നെ വിഗ്രഹം വെക്കാറില്ല, അല്ലെങ്കിൽ ജീസസിന്റെ വിഗ്രഹം വെക്കാറില്ല. അവരുടെ കണക്ഷൻ പേഴ്സൺ ടു പേഴ്സൺ ആണ് ഗോഡുമായിട്ട്. ഞാൻ പെട്ടെന്ന് പോട്ടെ, സമയമില്ല. ഏറ്റവും എനിക്കെങ്ങനെ ദേഷ്യം വന്നു, എൻ്റെ കയ്യിൽ ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ബോട്ടിൽ വെള്ളം അവർ ഒരിക്കലും ആലോചിക്കുന്നില്ല. അത് നോർമലി എല്ലാ എയർപോർട്ടിലും ചെയ്യുന്നതാണ്. ബട്ട് അവർ ഈ വെള്ളം കളഞ്ഞിട്ട് പോലും കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ. എൻ്റെ ബാഗ് എനിക്ക് സമയമില്ലാതായി പോയി. അങ്ങനെ ഞാൻ നമ്മുടെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഗേറ്റിലോട്ട് പോകും. അങ്ങനെ നമ്മുടെ ബോർഡിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ബൊഗോട്ടയിലോട്ടാണ് പോകുന്നത്. ഇതിനിടയിൽ എൻ്റെ ബോട്ടിൽ കിട്ടാൻ വേണ്ടി ഞാൻ ഇവരുടെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് പോയി, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത്, ഇവരുടെ സൂപ്പർവൈസർ എല്ലായിടത്തും പോയി. ലാസ്റ്റ് ഒന്നും നടന്നില്ല. ബട്ട് ഞാൻ ഫ്ലൈറ്റ് ഡീബോർഡ് ചെയ്താലോ എന്ന് വരെ ആലോചിച്ചായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ബോട്ടിൽ കിട്ടാൻ അതിൻ്റെ റൈറ്റ് ആണ് കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു നിയമമല്ല. എനിക്ക് ജസ്റ്റ് പോയിട്ട് വെള്ളം ഒഴിക്കാൻ കേട്ടോ. അതിനും അവർ സമ്മതിച്ചില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല, ഞാൻ കംപ്ലൈൻറ്റ് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തു. എന്നിട്ട് അവർ കുറേ പോലീസുകാരും എല്ലാവരും വന്ന് ഇവരുടെ അടുത്ത് ചോദിച്ചു. വന്നപ്പോൾ അവർക്ക് കുറച്ച് പേടിയായി കേട്ടോ. അപ്പോൾ അവരൊന്ന് പേടിപ്പിച്ചു. എന്നാലും ഞാനിനി പോവാണ് കേട്ടോ. ഇവിടെ കാണുന്നത് കൂടുതലും നമ്മുടെ കോപ്പ എയർലൈൻ ആണ് കേട്ടോ. കോപ്പ എയർലൈനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹബ്ബാണ്. പിന്നെ അവിയാൻഗ എയർലൈനും ഇവിടെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനങ്ങനെ അവിയാൻഗ വിമാനത്തിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. ഏകദേശം 1.5 മണിക്കൂറാണ് കേട്ടോ നമ്മുടെ ബൊഗോട്ടയിലോട്ടുള്ള ഫ്ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ഞാൻ സെലക്ട് ചെയ്യാതെ തന്നെ
എനിക്ക് ബിസിനസ് ക്ലാസ്സിൻ്റെ തൊട്ട് പുറകിലായിട്ടുള്ള വിൻഡോ സീറ്റ് കിട്ടി. ബട്ട് എനിക്ക് നാളെ വേറൊരു ഫ്ലൈറ്റ് ഉണ്ട്, അതിന് കിട്ടിയില്ല കേട്ടോ. അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നേനെ. കാരണം അത് ഫ്ലൈ ചെയ്യുന്നത് നമ്മുടെ ആമസോണിൻ്റെ മുകളിലൂടെയാണ്. അപ്പോൾ ഞാൻ ആമസോണിലോട്ടാണ് പോകുന്നത്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും യെസ്, സീ യു ഇൻ ബൊഗോട്ട. ഫൈനലി വെൽക്കം ടു ബൊഗോട്ട. ബൊഗോട്ട അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഗോപ്രോ ആണ് കേട്ടോ. ഗോപ്രോ ആക്ച്വലി ഔട്ട്ഡേറ്റഡ് ആയി കുറേ നാൾക്ക് ശേഷം. ഗോപ്രോ എന്ന് പറയുന്നത് വമ്പ ഹിറ്റായിരുന്നു. നമ്മുടെ ഗോൾഗേറ്റ് പോലെ, ഗോൾഗേറ്റ് എന്ന് പറയുന്നത് പേസ്റ്റ് ആണല്ലോ, ബട്ട് നമ്മൾ എല്ലാ പേസ്റ്റിനെയും ടൂത്ത് പേസ്റ്റിനെയും ഗോൾഗേറ്റ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ എല്ലാ ആക്ഷൻ ക്യാമറയും നമ്മൾ ഗോപ്രോ എന്ന് വിളിച്ച കാലമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് വർഷം. ബട്ട് ഇപ്പോൾ ഗോപ്രോ മാർക്കറ്റിൽ നിന്ന് ഔട്ടായിട്ടോ. ഇപ്പോൾ DJI അല്ലെങ്കിൽ വേറെ പല കമ്പനികളുടെ ബ്രാൻഡൊക്കെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ബട്ട് ഇപ്പോഴും നമ്മൾ വേറെ പല ബ്രാൻഡുകളായാലും നമ്മൾ പറയുന്നത് ആ സാധനത്തിന് ഗോപ്രോ എന്നാണ് കേട്ടോ പല ആളുകളും. യെസ്, ഞാനിനി പുറത്തോട്ട് പോവാണ്. എനിക്ക് വേണമെങ്കിൽ എയർപോർട്ടിൽ കിടക്കാം. നാളെ എനിക്ക് അടുത്ത ഫ്ലൈറ്റ് ഉണ്ട്, ബട്ട് ഞാൻ പുറത്തോട്ട് പോവാം. ബൊഗോട്ട എയർപോർട്ടിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു അടിപൊളി സംഭവം എന്ന് പറയുന്നത് ഇവിടുന്ന് തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് ടാക്സി എടുത്തില്ലെങ്കിലും ചീപ്പായിട്ട് പോകാനായിട്ട് കണ്ട പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളുണ്ട് സിറ്റിയുടെ പല ഭാഗത്ത് പോകാനായിട്ട്. ഞാനിതാണ്ട് ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ കാണുന്ന ബസ്സാണ് കേട്ടോ ഞാൻ പോകേണ്ടത്. 2 ബസ് മാറി കയറി ഞാൻ സിറ്റിയിലോട്ട് പോവുകയാണ്. ബസ്സെല്ലാം ഇവർക്കൊരു ടാപ്പ് ചെയ്യുന്ന കാർഡുണ്ട് കേട്ടോ. ഈ കാണുന്ന ബസ് നല്ല ബസ്സുകൾ കണ്ടോ. ഇവിടെ കൊളംബിയയിലെ ട്രാൻസ്പോർട്ടുകൾ കണ്ടോ, വലിയ നീളമുള്ള ഇതുപോലുള്ള കുറേ ബസ്സുകളുണ്ട്. നല്ല ട്രാൻസ്പോർട്ട് സംവിധാനമാണ് കേട്ടോ ബൊഗോട്ടയിൽ. ഞാൻ നമ്മുടെ ടെർമിനലിലോട്ട് വന്നു. ഞാൻ നോക്കിയപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ടിക്കറ്റൊക്കെ ഇല്ലേ, ആളുകൾ ഇതിൻ്റെ നടുക്കൂടെയൊക്കെ അടിയിൽ കൂടെയൊക്കെ പോകുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ അതിന് ടിക്കറ്റ് എടുത്ത് കയറാറില്ല എന്ന് തോന്നുന്നു. ഇതിൽ കൂടെ ഇങ്ങനെ അടിയിൽ കൂടെ അങ്ങ് കയറിപ്പോയാൽ മാത്രം മതി. ഇവിടെ കൊളംബിയയിൽ എവിടെ നോക്കിയാലും എന്താ പോലീസ് ആരെയും പിടിച്ചു കേട്ടോ. ഫുള്ള് പ്രശ്നമാണല്ലോ ഇവിടെ. ഫുള്ള് ഏത് രാത്രി ആയാലും ഭയങ്കര പ്രശ്നമാണ് കേട്ടോ, സൂക്ഷിച്ചു വേണം. ഇവിടെ എവിടെ നോക്കിയാലും പോലീസും. രാത്രി സൂപ്പർ മാർക്കറ്റ് തന്നെ അവരടച്ചിടയ്ക്കും കേട്ടോ. എന്നിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ചെറിയ കൗണ്ടർ മാത്രം ഓപ്പൺ ചെയ്തിട്ടേക്കും. ഇപ്പോൾ രാത്രിയൊക്കെ ഉള്ള കടകൾ. ഞാൻ ഈ ബസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ബാഗ് മാറ്റി കണ്ടില്ലേ. ഞാൻ നമ്മുടെ മുംബൈയിലുള്ള അവൻ്റെ കൂടെയായിരുന്നു എന്നെ സ്റ്റേ ചെയ്തത്. അവൻ്റെ വീട്ടിൽ വന്ന് ബാഗ് എടുത്തു. ഞാൻ തിരിച്ച് എയർപോർട്ടിലോട്ട് പോവാണ്. എനിക്ക് നാളെ രാവിലെ അടുത്ത ഫ്ലൈറ്റ് ഉണ്ട്.